വിഴിഞ്ഞം തുറമുഖം ഈ ആഴ്ച ട്രയൽ റണ്ണിന് തയ്യാറെടുക്കുകയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് കേരള തലസ്ഥാന തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നത്. ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട 8,000 മുതൽ 9,000 TEU വരെ ശേഷിയുള്ള സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്നുള്ള 2,000 കണ്ടെയ്നറുകൾ ട്രയൽ ഓപ്പറേഷന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് ഇറക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSCയുടെ മദർഷിപ്പും ഈ മാസം തന്നെ വിഴിഞ്ഞത്തെത്തും. ഇതിൻ്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ, കണ്ടെയ്നർ കപ്പലുകൾ എന്നിവ വിഴിഞ്ഞം ലക്ഷ്യമാക്കി എത്തും. ട്രയൽ ഓപ്പറേഷൻ 2 മുതൽ 3 മാസം വരെ തുടരും. ഈ സമയത്ത് തുറമുഖം വലിയ കപ്പലുകളുടെ പ്രവേശനത്തിന് സാക്ഷ്യം വഹിക്കും. കമ്മീഷനിങ് കഴിയുന്നതോടെ ലോകത്തെ മുൻനിര ഷിപ്പിംഗ് കമ്പനികൾ തുറമുഖത്ത് എത്തും. വലിയ കപ്പലുകൾ തുറമുഖത്ത് കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം തുറമുഖം വിട്ടുപോകും. പിന്നീട് ചെറിയ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തി ഈ കണ്ടെയ്നറുകൾ വിദേശത്തേക്കും രാജ്യത്തിൻ്റെ വിവിധ തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് പൂർണ്ണതോതിൽ നടക്കുമെന്ന് തുറമുഖ ട്രയൽ റണ്ണുകൾ നടത്തി തുറമുഖത്തിൻ്റെ പ്രവർത്തനം, കൃത്യത എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാലാണ് 3 മാസം വരെ ട്രയൽ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്നത്. മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമെന്നതാണ് ഷിപ്പിംഗ് കമ്പനികളെ തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് ചരക്ക് നീക്കം സജീവമാകുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നത് അയൽരാജ്യമായ ശ്രീലങ്കയുടെ കൊളംബോ തുറമുഖത്തിനാണ്. നിലവിൽ കൊളംബോ വഴി ഇന്ത്യയിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന ചരക്ക് നീക്കം ഇനി വിഴിഞ്ഞം വഴി ആക്കാനാണ് മെർക്സിൻ്റെ തീരുമാനം. മറ്റ് കമ്പനികളും സമാന തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. കൊളംബോയിൽ നിലവിൽ സ്ഥലപരിമിതിയുണ്ട്. ചെങ്കടലിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വഴി തിരിച്ചുവിടുന്ന കപ്പലുകൾ കൂടിയാകുമ്പോൾ ചരക്ക് നീക്കം വളരെ ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാകും. അവിടെയാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം. രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമെന്നതും ഇന്ത്യയുമായുള്ള ചരക്ക് നീക്കം ഇന്ത്യൻ തുറമുഖത്തു തന്നെ നടക്കുമെന്നതും കൂടുതൽ കമ്പനികളെ ആകർഷിക്കും. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെർക്സിൻ്റെ കപ്പലാണിത്. 110-ലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡാനിഷ് കമ്പനിയുടേതാണ് മെർക്സ്. കഴിഞ്ഞ മാസം 22-ന് ഹോങ്കോങ്ങിൽ നിന്നാണ് സാൻ ഫെർണാണ്ടോ പുറപ്പെട്ടത്. ചൈനയിലെ ഷാങ്ഹായ്, സിയാമൻ തുറമുഖങ്ങൾ വഴിയാണ് യാത്ര. സിയാമനിൽ നിന്നും 2,000-ലേറെ കണ്ടെയ്നറുകളുമായി ജൂലൈ 1-ന് വിഴിഞ്ഞത്തേക്ക് തിരിച്ചു. 15-ാം തീയതി, അതായത് ഇന്ന് രാവിലെ 6-ന് വിഴിഞ്ഞം പുറംകടലിലെത്തിയ കപ്പൽ ഇന്ന് തന്നെ ബർത്തിൽ അടുപ്പിച്ചിരിക്കുകയാണ്. തുറമുഖത്തെ 800 മീറ്റർ ബർത്തിൻ്റെ മധ്യഭാഗത്താകും നങ്കൂരമിട്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുൻപ് ഓട്ടോമേറ്റഡ് ക്രെയിനുകളടക്കം സർവ്വ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മദർഷിപ്പ് എത്തിക്കുന്നത്. 23 ക്രെയിനുകൾ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇറക്കും. മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെൻറ്റർ ഇത് നിയന്ത്രിക്കും. വിമാനത്താവളങ്ങളിലേതിന് സമാനമായ എയർ ട്രാഫിക് കൺട്രോളിന് സമാനമാണ് കപ്പൽ നങ്കൂരമിടുന്ന കാർഗോ ഇറക്കുന്നതുമെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സെൻറ്ററാണ്. സാൻ ഫെർണാണ്ടോയിൽ നിന്നും ഇറക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്കും കൊണ്ടുപോകും. ലോകത്തെ വൻകിടക്കാരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി APM ടെർമിനൽസ്, ഹാപ്പാങ് ലോയിഡ് എന്നിവയുടെ കപ്പലുകൾ പിന്നാലെ വിഴിഞ്ഞത്തേക്ക് എത്തും. നിലവിൽ 800 മീറ്റർ ബർത്തിൽ ഒരേ സമയം 2 മദർഷിപ്പുകൾ അടുപ്പിക്കാം. ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് അംഗീകാരം, കസ്റ്റോഡിയൻ കോഡ് അംഗീകാരം, എമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ക്ലിയറൻസ് എന്നിവ ലഭിച്ചാലുടൻ തുറമുഖം കമ്മീഷൻ ചെയ്യാം. നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഷെഡിൽ വച്ചായിരിക്കും നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തുറമുഖത്തിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ടെയ്നർ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ട്രയലും നടക്കുകയാണ്. അത് നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. ആ ക്രെയിന് കണ്ടെയ്നർ കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. കണ്ടെയ്നർ കയറ്റി ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
അത് നമുക്ക് കാണാൻ നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്ന കണ്ടെയ്നർ തൂക്കിക്കൊണ്ട് ബെർത്തിലോട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി 3 മാസം നമുക്കിവിടെ ട്രയൽ നടക്കുന്നതായിരിക്കും. ഇവയൊക്കെയാണ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വിവരങ്ങൾ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.